അസ്സലാമു അലൈക്കും വറഹമത്തുള്ള. അജ്മൽക്ക എവിടെയാണ്, നാട് എവിടെയാണ്? ഇത് സ്ഥലം കായംകുളമാണ്. ഓക്കെ, എന്താണ് ജോലി, എന്താണ്? ഇത് ടീച്ചിങ് ആണ്, ലെക്ചറാണ് കോളേജിൽ. മാഷാ അല്ലാ. ഏത് കോളേജിലാണ്, എന്താണ് വിഷയം? തിരുവനന്തപുരത്താണ്, പോളിടെക്നിക് കോളേജിലാണ്. അയ്യോ മാഷാ അല്ലാ, ബാറക്കല്ലാഹു ഫിക്കും. എങ്ങനെയുണ്ട് അറബി ഭാഷാ പഠനം? എൻജോയ് ചെയ്യുന്നുണ്ടോ? ആ, ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. വളരെ ഉപകാരകരം. ഓക്കെ മാഷാ അല്ലാ. ഈ ഇപ്പോൾ ഏജ് ഒന്ന് ജസ്റ്റ് പറയാമോ? നമ്മൾ ചെറുപ്പം വേണ്ട ഏജ് പഠിക്കാൻ എന്നുള്ളതേ. 33 വയസ്സ്. 33. 33 വയസ്സ്. 33 വയസ്സ്. ഓക്കെ മാഷാ അല്ലാ, മാഷാ അല്ലാ. അപ്പോൾ സർവീസിലിരുന്നിട്ടും പഠിക്കാൻ പറ്റും എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ് അജ്മൽ സാർ അല്ലേ? അജ്മൽ സാർ ഇപ്പോൾ പഠിപ്പിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു ഘട്ടം ഇതിന് വെക്കാനുള്ള കാരണം, നമ്മൾ ഒന്നാമത്തെ മൊഡ്യൂള് ക്ലാസ് കഴിഞ്ഞു, അതിൻ്റെ പരീക്ഷ കഴിഞ്ഞപ്പോൾ ഒരേ സ്കോർ കിട്ടിയ കുറച്ചധികം പേര് വന്നു. അപ്പോൾ അവരിൽ നിന്നും വിജയിയെ കണ്ടെത്തുക എന്നുള്ളതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിങ്ങനെ ഒരു വൈവ പോലെയൊരു സെഷൻ വെച്ചിട്ടുള്ളത്, ലൈവായിട്ട്. അപ്പോൾ ഇതിൽ 5 ചോദ്യങ്ങളാണ് ഇൻഷാ അല്ലാ ഉണ്ടാവുക. ഓക്കെ, ചോദ്യങ്ങൾ നമ്മളെ ക്ലാസ് എടുക്കുന്ന ഉസ്താദ് തന്നെയാണ് ചോദിക്കുന്നത്. സലീം സുലൈം ഉസ്താദ് നമ്മളെ കൂടെ ഉണ്ട്. ഇൻഷാ അല്ലാ നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. ഓക്കെ ഓക്കെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അപ്പോൾ അൽഹംദുലില്ലാഹ്, നിങ്ങൾ 33-ാമത്തെ വയസ്സിൽ നിങ്ങൾ അറബി ഭാഷാ പഠനത്തിൽ, അതും ലോകത്ത് ഏറ്റവും നിലവാരമുള്ള അഥവാ പരിശുദ്ധമായ മദീനയിൽ ആര് ചെന്ന് പഠിക്കുകയാണെങ്കിലും, അവിടെ വിദേശ വിദ്യാർത്ഥികൾ വരികയാണെങ്കിൽ അവർ ആദ്യമായി പഠിക്കുന്ന ഭാഷാ പഠനത്തിന് ഉപയോഗിക്കുന്ന ടെക്സ്റ്റ് ബുക്കാണ് നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും ടീച്ചറായ, അധ്യാപകനായ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് ഏറെ പ്രയോജനപ്പെടും. നിങ്ങൾക്ക് മാത്രമല്ല, ഇതിന് നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് ടീച്ച് ചെയ്യാനും നിങ്ങൾ തീർച്ചയായും നിങ്ങളത് സഹായിക്കും. അള്ളാഹു കൂടുതൽ ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യട്ടെ. നമുക്ക് വിഷയത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ചോദ്യത്തിലേക്ക് വരാം. എളുപ്പം എന്നതിനുള്ള അറബി വേർഡ് എന്താണ്? ഈസി എന്നൊക്കെ പറയും. ഈസിയാണ്, എളുപ്പമാണെന്നൊക്കെ പറയില്ലേ, അതിൻ്റെ അറബിക് വേർഡ്. ഓക്കെ, സഹല് സഹലത്ത് രണ്ടും. സഹലത്ത് ഇത് തന്നെയാണ് ഉപയോഗിക്കുന്നത്. മാഷാ അല്ലാ. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ആൻസർ ശരിയാണ്, അൽഹംദുലില്ലാ. രണ്ടാമത്തെ ചോദ്യം, ഉസാമ മടിയനായ ഒരു വിദ്യാർത്ഥിയാണ്. എന്താണ് അതിൻ്റെ ഒരു അറബി സെൻറ്റൻസ്? എങ്ങനെയാണ്? ഉസാമ മടിയനായ ഒരു വിദ്യാർത്ഥിയാണ്, സ്റ്റുഡൻ്റാണ്. പറഞ്ഞോളൂ. അത് പറയുമ്പോൾ അതിൻ്റെ ഹർക്കത്ത് അഥവാ ഫത്തും കസറൊക്കെ ഒന്ന് വ്യക്തമാക്കിയിട്ട് പറയാം. ഓക്കെ, പറഞ്ഞോളൂ. ഉസാമ താലിബുൻ മടിയൻ എന്നുള്ള പദം അല്ലേ? താലിബുൻ ആലോചിച്ചോളൂ, കുഴപ്പമില്ല. പറഞ്ഞോളൂ, കുഴപ്പമില്ല. അറിയായിരുന്നു. ഉസാമത്തു തോലിബുൻ ഇതുവരെയുള്ളത് അല്ലേ? ഉസാമത്തു തോലിബുൻ ക്ലിയർ ആണ്, കറക്റ്റ് ആണ്. ഉസാമത്തു തോലിബുൻ കസ്ലാനുൻ എന്നാണോ, കസ്ലാനിൻ എന്നാണോ, കസ്ലാനു എന്നാണോ? കസ്ലാനു അല്ലേ? അങ്ങനെ കസ്ലാനു. അപ്പോൾ നിങ്ങൾ പറഞ്ഞത് ആൻസർ കറക്റ്റാണ്, മാഷാ അല്ലാ. ഇതിൽ പിന്നെ സമയത്തെ നമ്മൾ എന്ത് ചെയ്യും, ഒരു പക്ഷേ നമ്മളിങ്ങനെ ഒരു അവസ്ഥയിലൂടെ ആകുന്നതുകൊണ്ട് എല്ലാവരും തുല്യ സ്കോറ് പങ്കിടുകയാണെന്നുണ്ടെങ്കിൽ ആൻസർ പറയുന്നതിൽ വേരിയേഷൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും എന്ത് ചെയ്യാം, നമ്മൾ മാർക്ക് പരിഗണിക്കുക. ആൻസർ കറക്റ്റാണ്. ശരി, പറഞ്ഞത് മനസ്സിലല്ലോ അല്ലേ? സമയം പരിഗണിക്കുന്നുള്ളത്. പിന്നെ അപ്പോൾ 2 ചോദ്യങ്ങൾ അല്ലേ? യെസ്, 2 ചോദ്യങ്ങൾക്കും ആൻസർ പറഞ്ഞു. ഓക്കെ, എങ്കിൽ നമ്മൾ ഈ ടെക്സ്റ്റ് നമുക്കറിയാലോ, സെൻറ്റൻസുകൾ ഉണ്ടാക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന
പരിശീലിപ്പിക്കുന്ന രീതിയിലൂടെയാണ് നമ്മുടെ ഓരോ ക്ലാസ്സുകൾ കൊണ്ടുപോയത്. മാത്രമല്ല ചോദ്യങ്ങൾ അങ്ങനെയായിരുന്നു. ഒബ്ജക്റ്റീവ് ടൈപ്പ് ചോദ്യങ്ങളാണെങ്കിൽ പോലും ആ രീതിയിലാണ് നമ്മൾ ചോദ്യങ്ങളൊക്കെ ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ ഞാനൊരു സെൻറ്റൻസ് പറയാം. ആ സെൻറ്റൻസിൽ അത് പിന്നെ അതിന് തെറ്റായ സെൻറ്റൻസ് ആണെങ്കിൽ അതിനെ ശരിയാക്കണം. അൽ കലമു തോലിബി അൽ കലമു തോലിബി ജദീദത്തുൻ. ഒന്നും കൂടെ പറയാം. അൽ കലമു തോലിബി ജദീദത്തുൻ. അതൊന്ന് ജദീദത്തുൻ എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അതൊന്ന് നിങ്ങൾ കറക്റ്റ് ചെയ്യണം. അൽ കലമു തോലിബി ജദീദത്തുൻ. ഓക്കെ, സെന്റൻസ് ഫുൾ ആയിട്ട് അല്ലേ? ഒന്നുകൂടി ശരിയാക്കിയിട്ട് പറയാം. സെന്റൻസ് ഓരോന്നും നിങ്ങൾക്ക് എടുക്കാം. അൽ കലമു തോലിബി ജദീദുൻ. വേറെ എന്തെങ്കിലും വിഷയങ്ങൾ അതിലുണ്ടോ? അതിൻ്റെ അർത്ഥം എന്താണ്? എന്താണ് അതിൻ്റെ അർത്ഥം? വിദ്യാർത്ഥിയുടെ പേന പുതിയതാണെന്ന്. ഓക്കെ. അപ്പോൾ വിദ്യാർത്ഥി, അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് പിന്നെന്താണ് ആശയം നിങ്ങൾക്ക് പിടി കിട്ടിയിട്ടുണ്ട്. ഇനി അറിയേണ്ടത് വിദ്യാർത്ഥിയുടെ പേന പുതിയതാകുന്നു എന്നതിൻ്റെ ആൻസറാണ് നിങ്ങൾ പറഞ്ഞത്. അൽ കലമു തോലിബി ജദീദുൻ എന്നല്ലേ? അപ്പം അതിലൊരു ചെറിയൊരു തെറ്റ് വന്നിട്ടുണ്ട്. അവിടെ നിങ്ങൾ സാർ അത് ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ അൽ കലമു തോലിബി എന്ന് പറയില്ല, കലമു തോലിബി എന്ന് പറയൂ. മനസ്സിലുണ്ട്, പഠിച്ചത് ഓർമ്മയുണ്ട്. ഇപ്പോഴാണ് ജസ്റ്റ് കലമു തോലിബി എന്നാണ് പറയുക. കാരണം എന്താണ്? ഒന്ന് മുലാഫാണ്, മറ്റൊന്ന് മുലാഫിൻ ഇലൈഹിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മുലാഫിൻ്റെ കൂടെ അലിഫ്ലാം ചേർത്ത് വരുന്ന ഒരു സന്ദർഭം അതിൻ്റെ അർത്ഥം മാറും. ഓക്കെ, അപ്പോൾ 3 ചോദ്യങ്ങൾ ചോദിച്ചാൽ ഒരു ആൻസർ അല്ലേ? ശരി, നമുക്ക് 4ാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. 4ാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, നിങ്ങൾ ഖമരിയായ അക്ഷരങ്ങൾ എത്രയാണെന്ന് ചോദിച്ചാൽ നിങ്ങളതിൻ്റെ ആൻസർ പറയും. എത്ര അക്ഷരങ്ങളാണെന്ന് ചോദ്യത്തിൽ വന്നതല്ല, പ്രധാനപ്പെട്ട ചോദ്യം അടുത്തതാണ്. 13 ആണോ 14 ആണോ? 13 അല്ല 14 ഖമരിയായ അക്ഷരങ്ങളാണുള്ളത്. 14 28. ശരി, നമ്മുടെ ചോദ്യം അതല്ല. ഖമരിയായ അക്ഷരങ്ങളൊന്ന് ക്രമത്തിൽ പറയണം. ഏതൊക്കെയാണ് ഖമരിയായ അക്ഷരങ്ങൾ? തുടക്കം മുതൽ പറയാം. അലിഫാണെങ്കിൽ അലിഫ് മുതൽ ഇങ്ങനെ ഒന്ന് പറഞ്ഞാൽ മതി. അലിഫ്. ഓക്കെ, അലിഫ്. ജീം. ജീം കഴിഞ്ഞാല് ഹാ. കാഫ്. ജീം, ഖാഫ്. ഒക്കെയാണ്. ക്രമത്തിൽ നിന്ന് അങ്ങോട്ട് പോയി, എന്നാലും അക്ഷരം ഒക്കെയാണ്. പിന്നെ നിങ്ങൾ ഇനി പറഞ്ഞോളൂ. നിങ്ങൾ ക്രമത്തിൽ പറയണമെന്നില്ല, അല്ലാതെ പറഞ്ഞോളൂ. അത് പറയാൻ നമുക്ക് എളുപ്പമാണ് അല്ലേ? അപ്പോൾ ജീം പറയുകയാണെങ്കിൽ നോക്കൂ, ജീമിൻ്റെ അതേ രൂപത്തിലൂടെയാണ് ജീം, ഹാ, ഖാ. അതൊറ്റ ഇതിൽ നമുക്ക് എന്ത് ചെയ്യാം, അതങ്ങനെ തന്നെ കിട്ടും. പിന്നെ അടുത്തത് ഫ അല്ലേ? ഫ വന്നാൽ ഫ തന്നെ അതേ രൂപത്തിൽ ചെറിയൊരു സാദൃശ്യം ഖാഫ്, പിന്നെ കാഫ്. അതുപോലെ മീം, ഹാ, വാവ്, യാ. അപ്പോൾ ഏതായാലും ഈ ചോദ്യങ്ങൾ നമ്മൾ അക്ഷരങ്ങൾ 14 ഹുറൂഫ് ഷംസിയെയും ഖമരിയെയും നമ്മൾ ആ രീതിയിലൂടെ ഉച്ചരിക്കാനും പ്രയോഗിക്കാനും ഒക്കെ സഹായകമാകല്ലോ എന്നതുകൊണ്ടാണ് ഈ ഒരു ചോദ്യം നമ്മൾ ഉൾപ്പെടുത്തിയത് അല്ലേ? ശരിക്കും നമ്മൾ വിജയിച്ചു വന്ന ആളുകൾ അത്രയും
പിന്നെ ടോപ്പ് ക്ലാസ് ആളുകളാണ്. ആ അപ്പോൾ ഇങ്ങനത്തെ ഒരു ചോദ്യം ചിലപ്പോൾ നിങ്ങൾ ചോദ്യം കേൾക്കുമ്പോൾ കുറച്ച് ടഫായോ ചിലപ്പോൾ ഫീൽ ചെയ്യും. ആ പക്ഷെ നമ്മൾ അത്രയും സ്ക്രീനിങ്ങിന് വേണ്ടിയിട്ടാണ് അങ്ങനത്തെ ഒരു ചോദ്യം ഉൾപ്പെടുത്തിയിട്ട്. ഒരു ഒരു വേർഡ് നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും, പക്ഷെ പെട്ടെന്ന് ആ ആ യെസ് യെസ്. പിന്നെ അക്ഷരമാല കറക്റ്റ് ലെറ്റേഴ്സ് അറിയുന്ന ആൾക്ക് ക്രമം കൂടി കിട്ടുള്ളൂ. ഈ പറഞ്ഞ ചോദ്യത്തിൽ കിട്ടുള്ളൂ. അപ്പോൾ മാഷാഅല്ലാ. സാരമില്ല. പക്ഷെ സാരമില്ല, നമ്മൾ ഇൻഷാല്ലാ. ഇത് പിന്നെ ഈ ലെവലിലൂടെ, അതായത് സാർ എന്തായിരുന്നാലും എന്ത് ചെയ്യണം, ഒന്നും കൂടെ ഇതിൻ്റെ ഡെപ്തിലേക്ക് പോകണം എന്നുള്ളതാണ് എനിക്ക് പറയാൻ ഇൻഷാല്ലാ, ഇൻഷാല്ലാ. ഓരോന്നും ആ യെസ്. രൂപത്തിലൂടെ. അപ്പോൾ നമ്മുടെ ചോദ്യങ്ങൾ ഒന്നുകൂടി ഒരു ചോദിക്കും. ചോദ്യം ആ കൂടെ ഉണ്ട്. ദഹബ എന്നുള്ള പദവും അദ്ദഹബ് എന്നുള്ള പദവും തമ്മിലുള്ള ഒരു വ്യത്യാസമുണ്ട്. അതെന്താണെന്നറിയോ? ദഹബ, അദ്ദഹബ്. ഹബ്ബ എന്ന് പറഞ്ഞാൽ പോയി എന്നല്ലേ? ആ ഹബ്ബ. ഓക്കെ ഓക്കെ, മാഷാ അല്ലാ. മാഷാഅല്ലാ. അദ്ദഹബ് എന്ന് പറഞ്ഞാലോ? ഹബ്ബ എന്ന് പറഞ്ഞാൽ ആ അദ്ദഹബ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഹുറൂഫ് ശംസിയ ല്ലേ ആ അതെ, ഹുറൂഫ് പഠിച്ച ഷംസിയയും ഭാഗത്തുള്ള ഒരു കമലിയയും വേർഡാണത്. നമ്മൾ ഒരു പേജിൽ ഉം. പഠിപ്പിച്ചപ്പോൾ വന്ന ഒരു വാക്കാണ് അദ്ദഹബ് എന്നുള്ളത്. അത് ഓർക്കുന്നില്ല, ദഹബു. മറന്നു. യെസ്, അത്ര ഓർമ്മയില്ല. വെള്ളിക്ക് എന്താണ് പറയാ? ഓ, വെള്ളി എന്ന് പറഞ്ഞു. ഓക്കെ. അല്ല, വെള്ളിക്ക് പറയില്ല, വെള്ളിക്ക് എന്താ അതല്ല. പറയാ? ഫില്ലത്ത്. ആ ഓക്കെ, ദഹബ് എന്നാണ്. ദഹബ് എന്നാൽ സ്വർണം. ആ ഗോൾഡിനാണെന്ന് പറയാ അദ്ദഹബ് എന്ന് പറഞ്ഞു. ഉം. അപ്പോൾ ഏതായിരുന്നാലും സാറ് മാഷാ അല്ലാ വളരെ ആത്മാർത്ഥമായി പറയാണ്, നിങ്ങളെപ്പോലുള്ള ആളുകൾ ഈ ഒരു ടെക്സ്റ്റ് ബുക്ക് പഠിക്കുന്നതെന്ന് പറയുമ്പോൾ നമുക്ക് വലിയ പ്രതീക്ഷകളുണ്ട്. കാരണം അതെ, അതെ. തീർച്ചയായും നിങ്ങളത് പഠിച്ചാൽ മറ്റുള്ളവരിലേക്ക് ഇത് പകർന്നു കൊടുക്കാനും കൂടെയുള്ള കഴിവ് തീർച്ചയായിട്ടും നിങ്ങൾക്കൊക്കെ ഉള്ളത് കൊണ്ട്. ഒരു എനിക്ക് പോളി റിവൈസ് ചെയ്യാനുള്ള സമയം കിട്ടിയില്ല സത്യം പറഞ്ഞു. അതുകൊണ്ട് ഇപ്പൊ ജോലി തിരക്കിന്റെ ഇടയ്ക്ക് ആ എപ്പോഴും ഈവനിങ് ക്ലാസ് ഉണ്ടായിരുന്നു. ഇപ്പം കോളേജിൽ ഇപ്പൊ ആ ഈവനിങ് ക്ലാസ് മാഷാഅല്ലാ. ആ ഉണ്ടാകുന്നതുകൊണ്ട് ഓക്കെ അത് റിവൈസ് പോളിടെക്നിക്കിലെ ചെയ്യാനുള്ള സമയം അധ്യാപകൻ കിട്ടിയില്ല. ആ ആ ഓക്കെ, ഏതായിരുന്നാലും അൽഹംദുലില്ലാ. വർക്കിന്റെ ഇടയിലാണ് ആ ഇങ്ങനെയുള്ള ഒരു അതെ, കോഴ്സ് പഠിച്ചു പോണത്. ഓക്കെ, മാഷാഅല്ലാ, മാഷാ അല്ലാ. വലിയ സന്തോഷമുണ്ട്. ഈ അജ്മൽ സാർ ഇത് കോഴ്സിനെ കുറിച്ച് എങ്ങനെയാണ് ഇത് അറിഞ്ഞത്? ഞാൻ യൂട്യൂബിൽ എന്റെ ഒരു കിസ് റേഡിയോയുടെ ഒരു ആ കണ്ടിരുന്നു, ഒരു വീഡിയോ കണ്ടിരുന്നു. അതിന് പരസ്യം, അതിൻ്റെതായ പരസ്യം കണ്ടിട്ടുണ്ടാവും അല്ലേ? പിന്നെ ഒരു അടുത്ത ചാപ്റ്റർ ഇപ്പൊ ഒരു ചോദ്യം കൂടി, 4 ചോദ്യം ആയിട്ടുള്ളൂ ഒരു ചോദ്യം കൂടെ അല്ലേ? ചോദിക്കാം അല്ലേ? അൽ ഉസ്ഫൂറു തോഇറുൻ സഗീറുൻ. അൽ ഉസ്ഫൂറു തോഇറുൻ സഗീറുൻ. ഇതിലെ നഅത്ത് ഏതാണ്? പിന്നെ എന്ന് പറഞ്ഞാൽ സൈറുൻ സഗീറുൻ. മാഷാ അല്ലാ, മാഷാ അല്ലാ. മാഷാഅല്ലാ, ഓക്കെ മാഷാഅല്ലാ. ഓക്കെ, അഹ്സൻത. അപ്പൊ ട്രാക്കിലേക്ക് തിരിച്ചു അപ്പോൾ വന്നില്ലേ ആ വീണ്ടും? നഅത്ത് എന്ന് പറഞ്ഞാൽ മാഷാഅല്ലാ. വിശേഷണം അല്ലേ? യെസ്, വെരി ഗുഡ്, ഓക്കെ. നന്നായിട്ടുണ്ട്. ജസാക്കുമുല്ലാ ഖൈർ, ബാറക്കല്ലാഹു ഫീക്കും. ഇൻഷാ അല്ലാ. ഓക്കെ, അസ്സലാമു അപ്പോൾ അലൈക്കും. ഇൻഷാല്ലാ നമ്മൾ അടുത്ത ആളിലേക്ക് പോവാണ്. അജ്മൽ സാറ് ഇൻഷാല്ലാ പഠനം തുടരുക. ഏറ്റവും ഇനി തുടർച്ച വിവരങ്ങൾ അറിയിക്കും അല്ലേ? അടുത്ത മൊഡ്യൂൾ തുടങ്ങുന്ന കാര്യങ്ങൾ അറിയിക്കും ഇൻഷാല്ലാ. ബറക്കല്ലാഹു ഫീക്കും. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. മനസ്സിലാവും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഓക്കെ, മാഷാല്ലാ. ജംഷീർക്കയാണ് കയറിയിട്ടുള്ളത്. നിങ്ങളെ യെസ്, ഓക്കെ, വീഡിയോ ഓക്കെ ആണ്. മാഷാല്ലാ, ഓഡിയോ റെഡിയാണ്. എന്താണ് വിശേഷം? സുഖാണോ? സുഖാണ്. ഓക്കെ, നിങ്ങൾ ഇപ്പോൾ നാട്ടിലാ പുറത്തോ? സൗദിയിലെ ജുബൈൽ. സൗദിയിലാണ്. അപ്പോൾ മാഷാല്ലാ, അറബി പഠിച്ചാൽ വളരെ കാര്യപ്പെടുന്ന സ്ഥലത്ത് തന്നെയാണ് ഉള്ളത്. മാഷാല്ലാ. ഓക്കെ, നിങ്ങൾ അവിടെ എന്തായിരുന്നു ജോലി, എന്തായിരുന്നു? അക്കൗണ്ടന്റ്. ഓക്കെ, ഇൻഷാല്ലാ ഇൻഷാല്ലാ. നമ്മൾ ഇങ്ങനെയൊരു പിന്നെ ലൈവ് സെഷൻ വെക്കാനുള്ള കാരണം, നമ്മൾ ഫസ്റ്റ് മൊഡ്യൂൾ അറബി ഭാഷ പഠന കോഴ്സിൻ്റെ ഫസ്റ്റ് മൊഡ്യൂൾ കഴിഞ്ഞ് നമ്മളെ പരീക്ഷ നടന്ന സമയത്ത് ഒരേ മാർക്ക് കിട്ടിയ, മികച്ച മാർക്ക് കിട്ടിയ ആളുകളാണ് ഇപ്പോൾ നമ്മളിങ്ങനെ വൈവ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവരിൽ നിന്നും ഏറ്റവും മികച്ച ആളുകളെ കണ്ടെത്താനുള്ള ഒരു ടെസ്റ്റ് എന്ന് വേണേൽ പറയാം. അപ്പോൾ നമ്മളെ സലീം സുല്ലമി ഉസ്താദ് നമ്മളെ കൂടെ ഉണ്ട്. അപ്പോൾ 5 ചോദ്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യും, പഠിച്ച പാഠഭാഗത്ത് നിന്ന് നമ്മൾ ചോദിക്കും. ചെറിയ സിമ്പിൾ ചെറിയ ചോദ്യങ്ങളുണ്ട്, വാചകങ്ങളുടെ പിന്നെ അറബി ഒക്കെ ഉണ്ട്, ഒക്കെ കാര്യങ്ങളുണ്ട്. ഇൻഷാ അല്ലാ നമുക്ക് പെട്ടെന്ന് തന്നെ ടെസ്റ്റിലേക്ക് കടക്കാം. ഇൻഷാ അല്ലാ. അപ്പോൾ ഇൻഷാ അല്ലാ നമ്മൾ ചോദ്യത്തിലേക്ക് പ്രവേശിക്കുകയാണ്.
പ്രവാസ ജീവിതം, ആ ജീവിതത്തിൽ ധാരാളക്കണക്കിന് ആളുകൾ പല രീതിയിലൂടെ അവരുടെ ജീവിതത്തെ ക്രമീകരിക്കുമ്പോൾ നിങ്ങൾ ഈ ഒരു ഭാഷാ പഠനത്തിനും ദീനീ പഠനത്തിനൊക്കെ സമയം കാണുന്നു എന്നുള്ളത് വലിയൊരു മെസ്സേജാണ് ഇത് കേൾക്കുന്ന ആളുകൾക്ക് നൽകുന്നത്. പ്രത്യേകിച്ച് പ്രവാസ ജീവിതത്തിൽ നമുക്ക് ഇത് പഠിക്കുമ്പോൾ ഇത് നമുക്ക് പ്രാക്ടിക്കലാക്കാനുള്ള അവസരം അവിടെ ധാരാളം ഉണ്ടെന്നുള്ളതാണ് അല്ലേ. ഖുത്തുബ അവിടെ നമ്മൾ അറബിയിലാണ് ഖുത്തുബ കേൾക്കുന്നത്, അതിൻ്റെയൊക്കെ അർത്ഥം അറിയാൻ ഒക്കെ ഇൻഷാ അല്ലാഹ് ഇത് പ്രയോജനപ്പെടും. അപ്പോൾ വളരെ എളുപ്പമാണ് അറബി ഭാഷാ പഠനം. എളുപ്പം എന്നുള്ളതിനുള്ള വാക്ക് എന്താണ് അറബിയിലൊന്ന് പറയോ? യസ്ർ. യസ്ർ. നമ്മളെ പുസ്തകത്തിൽ യസ്ർ. യസ്ർ. പഠിച്ചില്ലേ? നമ്മളെ നമ്മുടെ ഈ സഹൽ. ചോദ്യം സഹൽ എന്ന് പറയും. എന്താണ് സഹൽ. സഹൽ. മാഷാ അല്ലാ, മാഷാ അല്ലാ. നമ്മളെ ഉത്തരങ്ങളെ ഒറ്റ കാര്യം കൂടി പറയാം. നമ്മളെ പുസ്തകവുമായി കണക്ട് ചെയ്തിട്ട് നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കണത് പഠിച്ച ഭാഗങ്ങൾ. അപ്പോൾ അതിൽ നിന്ന് ഉത്തരം ഇൻഷാ അല്ലാ പറയാം. ഞങ്ങൾ പറഞ്ഞ രണ്ട് ഉത്തരം ശരിയാണ്. യുസ്ര എളുപ്പം എന്ന് അറിയില്ല. നമ്മൾ പാഠപുസ്തകത്തിൽ നമ്മൾ പഠിച്ചത് സഹലിൽ നിന്നാണ്. മാഷാ അല്ലാ. നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അപ്പൊ നിങ്ങള് കുറച്ച് പിന്നെ അഡ്വാൻസ്ഡ് ആയിട്ട് ഇവിടെ ഉയർന്ന ടൈപ്പാണെന്നാണ് മനസ്സിലാകുന്നത്. ഒന്നാമത്തെ ചോദ്യത്തിൽ തന്നെ ആ. മാഷാ അല്ലാ. അപ്പോൾ ഓക്കെ ഇൻഷാ അല്ലാ. അപ്പം നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഫാത്തിമ സ്കൂളിലേക്ക് പോയി അധ്യാപകൻ്റെ മുന്നിൽ, അഥവാ സ്കൂളിലേക്ക് പോവുകയും അധ്യാപകൻ്റെ മുന്നിൽ ഇരിക്കുകയും ചെയ്തു. അതിൻ്റെ അറബി സെൻറ്റൻസ് ആണ്. നിങ്ങളത് പറയുമ്പോൾ ഹർക്കത്ത് കറക്റ്റ് ചെയ്ത് പറയണം. ഫത്തും കസറും ലൊമ്മൊക്കെ വ്യക്തമാക്കണം എന്നർത്ഥം. പറഞ്ഞോളൂ. ذهبت فاطمة إلى المدرسة ആ وجلست أمام المدرس. മാഷാ അല്ലാ. അമാമൽ മുദരിസി. മാഷാ അല്ലാ, മാഷാ അല്ലാ. വളരെ വളരെ ഫാസ്റ്റ് അല്ലേ? ആൻസർ വളരെ കറക്റ്റ് പറഞ്ഞിട്ടുണ്ട്. മാഷാ അല്ലാ. വളരെ എളുപ്പത്തിൽ തന്നെ. എന്താ നിങ്ങൾ ഫാത്തിമത്തുൻ എന്നല്ലേ പറയല് സാധാരണ? എന്താ അവിടെ ഫാത്തിമത്തു എന്ന് പറയാൻ കാരണം? ഫാത്തിമത്തു അത് പെണ്ണിന്റെ പേര് താത്താവിനോടത്ത് ആ തൻവീന് കൊടുക്കാൻ പറ്റില്ല. മംനൂമിനെ സർഫാണ്. മാഷാ അല്ലാ, മാഷാ മാഷാ അല്ലാ. അല്ലാ. വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പോൾ അത് നിങ്ങൾക്കത് കറക്റ്റ് ഇതിൻ്റെ ആൻസർ എന്തുകൊണ്ട് എന്നുള്ളതിനും കൂടെ നിങ്ങൾ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. മാഷാ അല്ലാ. രണ്ട് ചോദ്യങ്ങളും നിങ്ങൾ ഭംഗിയായ രീതിയിൽ ഉത്തരം പറഞ്ഞു. മൂന്നാമത്തെ ചോദ്യം, ഞാനൊരു സെൻറ്റൻസ് പറയാം, അതിനെ നിങ്ങൾ സഹിഹ് അതിനെ നിങ്ങൾ ശരിയാക്കുക. അൽ ഖലമു തോലിബി ജദീദത്തുൻ. അൽ ഖലമു തോലിബി ജദീദത്തുൻ. القلم الطالب جديد. ഒന്നുകൂടി ആലോചിക്കലേ വേണമെങ്കിൽ. قلم الطالب جديد. എന്താ ആദ്യം പറഞ്ഞ രണ്ടാമത് പറഞ്ഞ തമ്മിൽ എന്താ വ്യത്യാസം? അല്ല് പറ്റില്ല. മുദാഫ് മുദാഫിലയില് അല്ല് കൊണ്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല. മാഷാ അല്ലാ, മാഷാ അല്ലാ. പഠിച്ചിട്ടുണ്ട്. മാഷാ അല്ലാ. ബറക്കല്ലാഹു ഫീക്കും. തോലിബി അയ്യോ. ജദീദുൻ എന്നാണ്. അപ്പോൾ 3 ചോദ്യങ്ങൾക്ക് നിങ്ങൾ ആൻസർ പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ. ഹുറൂഫുൽ ഖമരി ഒന്ന് ക്രമത്തിൽ പറഞ്ഞേ. ഖമരിയായ അക്ഷരങ്ങളൊന്ന് ക്രമത്തിൽ പറഞ്ഞേ. പറഞ്ഞു നോക്കാം. അക്ഷരങ്ങൾ വെച്ചിട്ട് നിങ്ങൾ എങ്ങനെയാണ് എന്നാലും നിങ്ങൾ പറയാ, അങ്ങനെ പറയാ. ഖമരി സംശയം അറിയാലോ. കാഫ്, നൂന്, വാവ്, യാ, അവിടെ നിങ്ങോട്ട് നിങ്ങൾ അലിഫ് അലിഫ്, ഇപ്പൊ ഇവിടെത്തി. അലിഫെത്തി. ബാ, നൂന്, സോറി നൂനില്ല. അപ്പോ ഏതായിരുന്നാലും അയ്യോ അത്യാവശ്യമായി. ഓക്കെ ഓക്കെ. അപ്പോഴേ മാഷാ അല്ലാ, മാഷാ അല്ലാ. ഈ ചോദ്യം ചോദിച്ചാൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. കാരണം എന്താ വെച്ചാൽ നിങ്ങളെപ്പോലുള്ള ആളുകൾ എന്ത് ചെയ്യണം, ഇതിൻ്റെ ഡെപ്തിലേക്ക് ഒന്നും കൂടെ പോകണം. അപ്പം ഞാൻ അടുത്ത നിങ്ങൾ ഹുറൂഫ് ഷംസിയ ഖമറിയ ക്രമത്തിൽ പറയാനും കൂടെ നിങ്ങൾക്ക് അത് നമ്മൾ പിന്നെ ശരിക്ക് ഇങ്ങനത്തെ ചോദ്യത്തിലേക്ക് എത്താനുള്ള കാരണം നിങ്ങൾ അത്രയും ടൈറ്റ് മത്സരം പരീക്ഷയിൽ വന്നുകൊണ്ടാണ്.
അപ്പോൾ ഒരു ചോദ്യം നമ്മൾ അത്യാവശ്യം ടഫുള്ള ഒരു ക്വസ്റ്റ്യൻ ഇതിലേക്ക് ആഡ് ചെയ്തതാണ്. അപ്പോൾ ഒന്നും പിന്നെ പ്രയാസം തോന്നേണ്ടതില്ല. മാഷാ അല്ലാ, വളരെ നന്നായിട്ട് തന്നെ. ഇനി ഒറ്റ ചോദ്യം കൂടി ബാക്കിയുണ്ട് ഇൻഷാ അല്ലാ. മാത്രല്ല ആ ടെക്സ്റ്റ് എടുക്കുമ്പോൾ ആ പേജിൽ ക്രമത്തിൽ അത് അതെ കൊടുക്കുന്നുണ്ട്, ചിത്രസഹിതം അപ്പൊ കൊടുക്കുന്നുണ്ട്. നമുക്ക് ഇൻഷാ അല്ലാ ഒരു ചോദ്യം കൂടെ അല്ലേ, ഒരു ചോദ്യം കൂടെ നിങ്ങളിലേക്ക് വരികയാണ്. ദഹബ എന്നുള്ള വാക്ക് അതുപോലെ തന്നെ അദ്ദഹബ് എന്നുള്ള വാക്കും നമ്മുടെ ടെക്സ്റ്റിൽ വന്നിട്ടുണ്ട്. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? സഹബ എന്നുള്ളത് ഫിയലാണ്, സഹബ് എന്നുള്ളത് ഇസ്മാണ്. സഹബന്റെ അർത്ഥം പോയിന്നും അസ്ഹബിന്റെ അർത്ഥം ഗോൾഡ്, സ്വർണം. മാഷാ അല്ലാ. എന്താണോ പറയേണ്ടത് അത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. രണ്ട് രൂപത്തിലുള്ള സെപ്പറേഷൻ. അപ്പോൾ അഡ്വാൻസ്ഡ് ആയിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് തന്നെയാണ്. മാഷാ അല്ലാ, 5 ചോദ്യങ്ങൾക്ക് വളരെ സുന്ദരമായിട്ട് ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ബറക്കല്ലാഹു ഫീക്കും. പഠനം തുടരട്ടെ ഇൻഷാ അല്ലാ. നമ്മൾ ഒരുപാട് ആളുകൾ വെയിറ്റിംഗ് ആണ്, നമ്മൾ അധികം സമയം എടുക്കുന്നില്ല. പഠനം തുടരുക ഇൻഷാ അല്ലാ. മൊഡ്യൂൾ 2 തുടങ്ങാനാകുമ്പോൾ നമ്മൾ അറിയിക്കും ഇൻഷാ അല്ലാ. വിവരങ്ങൾ വരും. ബറക്കല്ലാഹു ഫീക്കും. അസ്സലാമു അലൈക്കും. ജസാക്കുമുല്ലാഹു ഖൈർ.